വാഹനമായാലും ഓഫീസാണെങ്കിലും. അതുപോലെ തന്നെ അൽ ഖൽവത്തുൽ ഇലക്ട്രോണിയ എന്നാണ് ഇപ്പോഴത്തെ ആധുനിക ഭാഷ്യം. ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ ഒറ്റക്കാവുക. എങ്ങനെ? ഫോണിൽ സംസാരിക്കുക, ചാറ്റിങ് ഒറ്റക്കല്ലേ? ശരീരം രണ്ട് ഭാഗങ്ങളിലാണെന്നല്ലേ ഉള്ളൂ, വേറെ എല്ലാ നിലക്കും അവിടെ ഒറ്റക്കാണ്. ഒറ്റക്കാകുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ പറഞ്ഞത് കേവലം ശാരീരിക സംഗമം മാത്രമല്ലല്ലോ, മറ്റു കാര്യങ്ങളുമില്ലേ? ആ മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പം ചാറ്റിങ്, അന്യ സ്ത്രീ പുരുഷന്മാർ ചാറ്റ് ചെയ്യൽ, അവർ ഫോണിൽ ദീർഘനേരം സംസാരിക്കുന്ന വിഷയത്തിനനുസരിച്ചിരിക്കും. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, ഒരു പെണ്ണിൻ്റെ ശബ്ദം ഉറത്താകുന്നൊന്നുമില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീക്കൊക്കെ സംസാരിക്കാം, ഫോണിൽ സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ, അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ എന്ത് സംസാരിക്കുന്നു? സംസാരിക്കുമ്പോൾ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ സംസാരത്തിൽ നൈർമല്യം പുലർത്തരുത്, തേൻ പുരട്ടി സംസാരിക്കരുത്, മധുര വാക്കുകൾ കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. എന്താ അതുകൊണ്ടുള്ള പ്രയാസം? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകളുണ്ടാകും. അതവർക്ക് വേണ്ടാത്ത ചിന്തകളെ ഉണർത്തുവാനത് കാരണമായി തീരും. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല നിലക്ക് സാധാരണ പോലെ നിങ്ങൾ സംസാരിച്ചോളി. സാധാരണ നിലക്ക് നിങ്ങളെങ്ങനെ വരിയിലൊക്കെ സംസാരിക്കൽ? കൊഞ്ചി കുഴഞ്ഞിട്ടാ? പാപ്പനോട് എങ്ങനെ സംസാരിക്കൽ? ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞിട്ടല്ലല്ലോ. ഒരു നോർമൽ സംസാരം, നിങ്ങൾക്കൊരു ശൈലി ഉണ്ടാവില്ലേ, ആ ശൈലിയിൽ സംസാരിച്ചോ. അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള ഹുദൂഅ് വേണ്ടാന്ന്, അത് വേണ്ടാന്നേ വിശുദ്ധ ഖുർആൻ പറഞ്ഞുള്ളൂ.